മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഓണറായിട്ടുള്ള കുഞ്ഞാറ്റയും ഭർത്താവായിട്ടുള്ള ഇച്ചായനൊക്കെ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഒഫീഷ്യലി അവരെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഇച്ചായൻ കുഞ്ഞാറ്റയെ ചീറ്റ് ചെയ്തു അതിനുള്ള തെളിവ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ന്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതിലെന്താണ് സത്യം എന്നുള്ളൊരു കാര്യം അന്വേഷിച്ച സമയത്താണ് ഈ ഒരു പോസ്റ്റ് കുഞ്ഞാറ്റ ഇട്ടതിന് ശേഷം ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് ഇട്ടതിന് ശേഷം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് വലിയ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമില്ല. ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. അത് മുൻ ഭർത്താവായിട്ടുള്ള ഒരു ഇച്ചാൻ അമൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്നും പറയാത്തത്. ഞാൻ ഡിവോഴ്സായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട സമയത്ത് കുറേയധികം പെൺകുട്ടികൾ എനിക്ക് കുറേ മെസ്സേജുകൾ സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് കുറേ നാളായിട്ട് 2 വർഷത്തോളമായിട്ട് ഒരു ഡിവോഴ്സിൻ്റെ കാര്യമായിട്ട് മുമ്പേ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് അത് മാറ്റിയത്. പക്ഷേ ഇപ്പം ഇതേ കണക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം കുഞ്ഞാറ്റ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സ്ക്രീൻഷോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബ്ലറായിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടാണ്. ഇതാണ് എല്ലാവരും സംസാരിക്കുന്ന. ഈ ഒരു ഇച്ചായൻ വേറെ പെൺകുട്ടികളുമായിട്ട് ഈ ഒരു കുഞ്ഞാറ്റ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ചാറ്റുകളാണ് കുഞ്ഞാറ്റ പുറത്ത് വിട്ടേക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇച്ചായൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ മാത്രമേ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോറി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടത്. തനിക്കിത് മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തെറ്റ് ചെയ്തിട്ടോ ഒന്നുമല്ല, പക്ഷേ ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ള എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെ കാര്യങ്ങളൊന്നും വേറെ സ്റ്റോറിയൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു ഇച്ചായനെതിരെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ, ഈ ഒരു ചീറ്റിങ്ങൊക്കെ ആ ഒരു സ്റ്റോറി ഇട്ടത് പക്ഷേ ബ്ലറാക്കിയാണ് കുഞ്ഞാറ്റ ഇട്ടിട്ടുണ്ടായിരുന്നത്, ആ ഒരു ചാറ്റൊക്കെ. പക്ഷേ അതിനിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഇച്ചായൻ ഒരു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പം പറയായിരിക്കും. നമ്മൾ ഒരാളെ കണ്ണടച്ച് ഓക്കെ ഇങ്ങനെയാണെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. 2 ഭാഗം കൂടെ കേട്ടാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. സോ എന്തായാലും ഇതുവരെ അതിനെക്കുറിച്ചൊന്നും റിപ്ലൈ ആയിട്ടൊന്നും ഇച്ചായൻ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടില്ല. അതായത് അമൽ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇടുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അല്ലാത്ത പക്ഷം ജസ്റ്റ് നമുക്ക് കുഞ്ഞാറ്റയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റൊരു വ്യക്തി ഉറപ്പായിട്ടും തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ഒരാൾ പറയുന്നത് വെച്ചിട്ട് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല.